എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരമാണ്. ഒരു 4 മണി പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉണ്ണിയപ്പം. ഈ ഉണ്ണിയപ്പം തന്നെ സാധാ ഉണ്ണിയപ്പം അല്ല, ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇപ്പോൾ ബേക്കറികളിലൊക്കെ ചക്കയുടെ സീസണൊക്കെ വരുമ്പോൾ ജാക്ക് ഫ്രൂട്ട് ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇത് ചക്കപ്പഴം എടുത്തിട്ട് അതിൽ ശർക്കരയും ചേർത്ത് മാവൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചക്ക വരട്ടി വച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിവിടെ ചക്ക വരട്ടിയത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ചക്കപ്പഴം എടുത്ത് കുറച്ച് ശർക്കരയും നെയ്യും ഒക്കെ മിക്സ് ചെയ്ത് ഒന്ന് വരട്ടിയെടുക്കണം. അധികം അത്ര വലിയ കുറേ നാൾ ഇരിക്കാൻ പാകത്തിനൊന്നും വരട്ടണമെന്നില്ല. ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവൊക്കെ അരിപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാം. ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടി ഒന്നും ചേർക്കുന്നില്ല, ചക്കയുടെ ഫ്ലേവർ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഞാൻ അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടി, അരിപ്പൊടി, റവ, മൈദ ഇത്രയും ചേർക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയെ ചേർക്കുന്നുള്ളൂ. അരിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ എള്ള് വേണമെങ്കിൽ ചേർക്കാം, തേങ്ങാക്കൊത്ത് ചേർക്കാം, നെയ്യിലൊക്കെ വേണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ ആകുമ്പോൾ അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. അപ്പോൾ പോകാം, വീഡിയോയിലേക്ക് വരും. ഇവിടെ എടുത്തിരിക്കുന്നത് ചക്ക വരട്ടിയതാണ്. കുറച്ച് ചക്കപ്പഴവും ശർക്കരയും അല്പം നെയ്യും ഒഴിച്ച് നല്ലതുപോലെ വരട്ടിയെടുത്തിരിക്കുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ചക്കപ്പഴവും കുറച്ച് ശർക്കരയും ചേർത്താലും മതി. ശർക്കര ഉരുട്ടി ചേർത്തിട്ട് ചക്കപ്പഴം നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ച അങ്ങനെ എടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ കൂടെ മാവ് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇപ്പം എനിക്കിവിടെ ചക്ക വരട്ടിയതിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് അരിപ്പൊടി, അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/3 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് ഇട്ടാലും മതി റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചേർത്തത് 1/4 കപ്പ് മൈദ. ഇനി ഇതിലേക്ക് വെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒന്നിളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കറുത്ത എള്ള് ചേർക്കാം, തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നെയ്യിലൊന്ന് പതുക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഇടാം. ഇപ്പം ഞാനിവിടെ കറുത്ത എള്ളില്ലാത്തത് കൊണ്ട് ഞാൻ വെള്ള എള്ള് തന്നെ ചേർക്കുകയാണ്. 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി ഒന്ന് വയ്ക്കാം. നമുക്കിത് ഒരുപാട് നേരം വച്ചിട്ട് അങ്ങനെ ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് പൊങ്ങി വരാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇവിടെ ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് റോസ്റ്റായി വരണം. എന്നിട്ട് നമുക്ക് അത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇത്രയും മതി. ഇനി ഇത് തണുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ തേങ്ങാക്കൊത്ത്. നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, തേങ്ങാക്കൊത്തും അതിനകത്തുള്ള ആ നെയ്യും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഈ സമയത്ത് നമുക്കിതിന് മധുരമൊക്കെ പാകമാണോ എന്ന് നോക്കാം. എന്നിട്ട് കുറവ് തോന്നുകയാണെങ്കിൽ അല്പം ശർക്കരയും കൂടി ചേർത്താലും മതി. ഞാൻ നോക്കിയപ്പോൾ മധുരമൊക്കെ പാകത്തിനുണ്ട്, അത് മതി. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. നമ്മളിവിടെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവൊഴിച്ച് റെഡിയാക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച്, ഇതൊരു ചെറിയ കുഴിയാണ് ഈ അപ്പക്കാരയുടെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാവേ ഒഴിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒന്ന് മൂത്ത് വരണം. അതായത് ഹൈ ഫ്ലെയിമിലോട്ട് പോകണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു വശം നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഉള്ളു പെട്ടെന്ന് പുറം കരിഞ്ഞും പോകും, ഉള്ളോട്ട് വേവുമില്ല. ഇതേ ഇപ്പോൾ അത് തിരിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ആ മാവ് മുഴുവൻ ഓരോ ബാച്ചായിട്ട് ഒഴിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലതുപോലെ വേവിച്ച് എടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ളും ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടില്ലേ, ഞാൻ ഒരെണ്ണം എടുത്ത് ഒന്ന് മുറിച്ച് കാണിക്കുന്നതാണ്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്, സോഫ്റ്റുമാണ്. ഞാൻ പ്രത്യേകിച്ച് ഫ്ലേവറിന് വേണ്ടി ഒന്നും ചേർത്തില്ല. ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണുള്ളത്. ജാക്ക് ഫ്രൂട്ട് ഉണ്ണിയപ്പം കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, സോഫ്റ്റാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം, ഉടനെ തന്നെ. താങ്ക് യു.